ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് മഞ്ജുഷ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് OET റീഡിങ്ങിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. റീഡിംഗ് പാർട്ട് എയിനെ പറ്റിയാണ് ഞാൻ കൂടുതലായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ സമയമുള്ള പോലെ അതിന് റിപ്ലൈ ചെയ്യാം. നമ്മൾ കൂടുതൽ വലിച്ചു കിട്ടാതെ ടോപ്പിക്കിലേക്ക് കിടക്കാം. OET റീഡിങ് എ പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മുടെ എ പാർട്ടിൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്കോർ കൂടുതൽ കിട്ടാനും കുറച്ചുകൂടി റീഡിങ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഈസി ആക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം കൂടുതലും നമ്മൾ ബി പാർട്ടും സി പാർട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടെന്നല്ല, ബട്ട് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് എ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഒരു 18 ഔട്ട് ഓഫ് 20 നിങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം റീഡിങ് നിങ്ങളുടെ കയ്യിലായെന്ന് പറയും. അതിനുശേഷം നിങ്ങളിപ്പോൾ കോച്ചിങ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിനുശേഷം ബി പാർട്ടും സി പാർട്ടും നമ്മുടെ കയ്യിലാക്കാൻ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നിങ്ങൾ എ പാർട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ആണെങ്കിലും എ പാർട്ടായിരിക്കുമല്ലോ ആദ്യമായിട്ട് അവർ ചെയ്തു തരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എ പാർട്ട് എങ്ങനെ നമുക്കതിനെ നമുക്ക് സ്കോർ ചെയ്തെടുക്കാം. അതിന് ടിപ്സോ അല്ലെങ്കിൽ ടിപ്സ് ട്രിക്സ് അങ്ങനെയൊന്നുമല്ല, ഒരു ക്ലിയർ ആയിട്ടുള്ള വേ. ഞാൻ എൻ്റെ OET സ്റ്റഡി ടൈമും എൻ്റെ എക്സാമിനും യൂസ് ചെയ്ത അതേ ഒരു സ്ട്രാറ്റജി അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇത് 100% വർക്കൗട്ട് ആവും, ഉറപ്പാണ്. നിങ്ങൾക്ക് മാക്സിമം ഒരു 18 ഔട്ട് ഓഫ് 20 അല്ലെങ്കിൽ 20 മേ ബി ഔട്ട് ഓഫ് 20 നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ ഒരു രീതിയിൽ പഠിക്കുകയാണ്. ഇതൊരു ട്രിക്കോ ടിപ്പോ ഒന്നുമല്ല, നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. ഇതൊരിക്കലും ഒരു ട്രിക്കോ ടിപ്പോ അല്ല. നമുക്കൊരു ട്രിക്കും ടിപ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ലാംഗ്വേജ് എക്സാമിന് ടാക്കിൾ ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ലാംഗ്വേജ് എക്സാം എപ്പോഴും നമ്മുടെ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ നമ്മൾ ഈ പാർട്ട് എ പാർട്ട് ബി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ ഒരു മെത്തേഡ് പറഞ്ഞു തരുന്നുണ്ട്. ഈ മെത്തേഡ് പറഞ്ഞു വരുമ്പം അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സാം എന്ന് പറയുന്നത് മോഡ്യൂൾ ബേസ്ഡ് ആണ്, അല്ലേ? മോഡ്യൂൾസ് ആണ്. ആ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയേക്കുന്നതും ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ആയിരിക്കും. അവിടെ ഇവാലുവേഷൻ സ്ട്രാറ്റജി ബേസ്ഡ് ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മൾ അഡാപ്റ്റഡ് ആവുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ രീതി, അവരെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയേക്കുന്ന എല്ലാം എന്തെങ്കിലും ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആ ഐഡിയ മനസ്സിലാക്കി നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിലും അത് കുറച്ചുകൂടി എളുപ്പമാകും. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും അല്ലെങ്കിൽ നമ്മൾ സെൽഫ് സ്റ്റഡി ആണെങ്കിലും അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സ് പറയുന്നുണ്ട്, പിന്നെ അല്ലെങ്കിൽ നേരത്തെ എക്സാം പാസ് ഔട്ട് ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യം ഞാനും പഠിച്ചുകൊണ്ടപ്പോൾ കേട്ട ഒരു കാര്യമാണ്. നിങ്ങൾ കീവേഡ്സ് നോക്കൂ. കീവേഡ്സാണ് മെയിൻ ഫോക്കസ്. കീവേഡ് മാർക്ക് ചെയ്തിട്ടാൽ നിങ്ങൾ എ പാർട്ട് 20 കയ്യിലിരിക്കും, അല്ലേ? ഇങ്ങനെ ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും നിങ്ങൾ ആ കീവേഡ് നോക്കിപ്പോയിട്ട് നിങ്ങൾക്ക് 20 കിട്ടിയോ? അല്ലെങ്കിൽ ഒരു 18 വരെ കിട്ടിയിട്ടുണ്ടോ? കീവേഡ് നോക്കി കീവേഡ് കറക്റ്റോ? എനിക്ക് എല്ലാ കീവേഡും ഞാനിത് കണ്ടുപിടിച്ചു. ആ 3 മിനിറ്റ്, എന്തിനേറെ പറയുന്നു, 3 മിനിറ്റ് വേണ്ട, 2 സെക്കൻഡ് കൊണ്ട് ഞാൻ എല്ലാ കീവേഡും മാർക്ക് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ ഇതുവരെ? ചിന്തിച്ച് നോക്കും. പേഴ്സണലി എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല കീവേഡ് മാർക്ക് ചെയ്ത് പോയതുകൊണ്ട്. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് നല്ല ക്ലിയർ മീനിങ് ആയിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൻ്റെ ആൻസർ ഞാൻ എവിടെയെങ്കിലും മാർക്ക് ചെയ്തൊരു കീവേഡ് ആണെന്ന് എനിക്ക് അറിയണമെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലാക്കി അതിന് മീനിങ് ഉള്ള ഒരു ആൻസർ ആണ് ഞാൻ ഈ മാർക്ക് ചെയ്ത കീവേഡ് എന്ന് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമേ ഈ കീവേഡ് ആയിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിൻ്റെ ആൻസർ ഏത് കീവേഡാണ്, എന്നാൽ ആദ്യത്തെ കീവേഡായിരിക്കും, നോക്കാം ആദ്യത്തെ കീവേഡ്. ഇതും ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. അപ്പോൾ കീവേഡ് മാർക്ക് ചെയ്തുകൊണ്ട് വല്ല ഗുണമുണ്ടോ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഈ 3 മിനിറ്റ്സ് കീവേഡ് നോക്കി കീവേഡ് മാർക്ക് ചെയ്യാൻ യൂസ് ചെയ്യരുത് ഒരിക്കലും. ആ 3 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തോളൂ, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. ഈ 4 മിനിറ്റ്സ് എടുത്താലും കുഴപ്പമില്ല, കുറച്ച് സ്പീഡായിരിക്കണം. നമ്മൾ 3 മിനിറ്റ്സാണ് ഐഡിയലി ഞാൻ ചൂസ് ചെയ്യുന്നത്. 3 മിനിറ്റ്സ് എടുത്ത് നമ്മൾ ഓടിച്ച് ടെക്സ്റ്റ് സ്കിം ചെയ്യുക. ടെക്സ്റ്റ് വായിച്ച് അതിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, എന്ത് കാര്യത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടെക്സ്റ്റിൻ്റെ മീനിങ് നമ്മൾ ഓടിച്ച് നോക്കി മനസ്സിലാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, കീവേഡ്സുകൾ നമ്മൾ മാർക്ക് ചെയ്യുക. പോസിബിൾ ആൻസേഴ്സ് എന്ന് ഞാൻ അതിന് പേരിടുള്ളൂ. ഒരിക്കലും പുതിയ വാക്ക്, പുതിയ വേർഡ്, ഡിജിറ്റ്സ് ഇങ്ങനെയൊന്നും ഞാൻ മീൻ ചെയ്യില്ല. പോസിബിൾ ആൻസേഴ്സ് എന്ന് നിങ്ങൾക്ക് ഒരു ഡിജിറ്റ് മേ ബി ഒരു പോസിബിൾ ആൻസർ ആകാം, അല്ലേ? അല്ലെങ്കിൽ ഒരു പുതിയ വാക്ക് മേ ബി ഒരു പോസിബിൾ ആൻസർ ആകാം. അപ്പം ആ പോസിബിൾ ആൻസേഴ്സ് നിങ്ങൾ മാർക്ക് ചെയ്ത്, പിന്നെ നിങ്ങൾ കീവേഡ് മാർക്ക് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മിക്കതും കാണുന്നതെല്ലാം നല്ലൊരു വലിയ വാക്ക് അല്ലെങ്കിൽ കാണാത്ത വാക്ക് അല്ലെങ്കിൽ ഡിജിറ്റ് ഇതൊക്കെ ആയിരിക്കും കൂടുതൽ. നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ മൊത്തം മാർക്കിംഗ് ആയിരിക്കും. പിന്നെ നമുക്കൊന്നും നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാൻ തന്നെ ഈ മാർക്കിംഗ് മൊത്തം നോക്കേണ്ടി വരും, മനസ്സിലായി?
ആവശ്യത്തിന് മാത്രം മാർക്ക് ചെയ്യുക, പോസിബിൾ ആൻസേഴ്സ് മാത്രം മാർക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തിടുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലാകും. ഈ മീനിങ് നമ്മൾ ഏത് പാർട്ടിലാണ് നമുക്ക് സിമ്പിളായിട്ട്, വെരി സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ അതിനകത്ത് ആൻസർ ചൂസ് ചെയ്യുക. അപ്പം നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന കീവേഡ് നോക്കും, മേ ബി അതായിരിക്കും ആൻസർ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ അല്ലാണ്ട് കുറേ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈവൻ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഏതാണെന്ന് പറയുന്നില്ല, അവരും പറഞ്ഞു, അവിടുത്തെ ട്യൂട്ടറും ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പുതിയ വേർഡ്, പുതിയ വാക്ക് അത് വെച്ച് ആ ഒരു മെത്തേഡ് വെച്ച് ഞാനൊരു 2-3 ആഴ്ച പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്കൊരു കുന്തവും കിട്ടിയില്ലെന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഞാൻ ആദ്യം പഠിച്ച ഞാൻ എന്താണോ ഫോളോ ചെയ്തത് അത് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കാണ് എനിക്ക് വർക്കൗട്ട് ആയത്. അത് തന്നെയാണ് എക്സാമിന് ഞാൻ ഫോളോ ചെയ്തത്.